ഇൻസുലാർ ഫോണ. ഐലൻഡ്സിലുള്ള ഫോണൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ് ഈ സെഷനിൽ നമ്മൾ മെയിനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമേ തന്നെ എന്താണ് ഐലൻഡ്സ് എന്നുള്ളത്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളതെന്ന് നോക്കാം. ഐലൻഡ്സ് ആർ ലാൻഡ് മാസസ് സറൗണ്ടഡ് ബൈ വാട്ടർ. അപ്പോൾ എല്ലാ പ്രദേശങ്ങളും എല്ലാ വശങ്ങളും വാട്ടർ കൊണ്ട് ചുറ്റപ്പെട്ട ലാൻഡ് മാസസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐലൻഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഐലൻഡ്സിലുള്ള ഫോണയാണ് ഇൻസുലാർ ഫോണ എന്ന് പറയുന്നത്. ഫോണ ഓഫ് ഐലൻഡ്സ് ഈസ് ടേംഡ് ആസ് ഇൻസുലാർ ഫോണ. ഐലൻഡ്സിൻ്റെ ബയോളജിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് അത് മെയിൻ ലാൻഡിൽ നിന്ന് അല്ലെങ്കിൽ കോണ്ടിനെൻസിൽ നിന്ന് വളരെയധികം വ്യത്യസ്തം ആയിരിക്കും. സോ ദേ ഹാവ് എ യുണീക്ക് ഫോണ. അപ്പോൾ വളരെ പെക്യുലിയർ ആയിട്ട് അവയ്ക്കും സ്വന്തമായിട്ടുള്ള ഒരു ഫോണൽ ഡിസ്ട്രിബ്യൂഷനാണ് ഉള്ളത്. അപ്പോൾ ഐലൻഡ്സ് രണ്ട് കാറ്റഗറിയിലാണ് വരുന്നത്: കോണ്ടിനെൻ്റൽ ഐലൻഡ്സ് ആൻഡ് ഓഷ്യാനിക് ഐലൻഡ്സ്. അപ്പോൾ ഓരോന്നിനെക്കുറിച്ചും അതിൻ്റെ ഫോണൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, കോണ്ടിനെൻ്റൽ ഐലൻഡ്സ്. ഇപ്പോൾ കോണ്ടിനെൻ്റൽ ഐലൻഡ്സ് ആ പേര് പറയുന്നത് പോലെ തന്നെ അവ കോണ്ടിനെൻസുമായിട്ട് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കോണ്ടിനെൻസുമായിട്ട് അടുത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് മാത്രം നമുക്കതിനെ കോണ്ടിനെൻ്റൽ ഐലൻഡ്സ് എന്ന് വിളിക്കാൻ പറ്റില്ല. ഇവയ്ക്ക് ഈ മെയിൻ ലാൻഡുമായിട്ട് കോണ്ടിനെൻറ്റുമായിട്ട് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെയുള്ള ഐലൻഡ്സിനെയാണ് നമ്മൾ കോണ്ടിനെൻ്റൽ ഐലൻഡ്സ് എന്ന് വിളിക്കുന്നത്. ദേ were connected to the mainland at one time or other. ഇനി ഈ മെയിൻ ലാൻഡിൽ നിന്ന് അവ സെപ്പറേറ്റഡ് ആയി, കോണ്ടിനെന്റിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി. അതിനുള്ള രണ്ട് കാരണങ്ങളാണുള്ളത്. ഈ മെയിൻ ലാൻഡുമായിട്ട് ഐലൻഡിനെ കണക്ട് ചെയ്യുന്ന ലാൻഡ് ബ്രിഡ്ജിന് സബ്മർജൻസ് ഉണ്ടായി. സബ്മർജൻസ് ഓഫ് ലാൻഡ് ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ ഐലൻഡ് ആൻഡ് ദ മെയിൻ ലാൻഡ്. പിന്നീടുള്ള റീസൺ എന്ന് പറയുന്നത് ബൈ ദ റൈസിങ് ഓഫ് ദ സീ ലെവൽ. അതായത് ഈ ഐലൻഡിൻ്റെ പോർഷനും മെയിൻ ലാൻഡും തമ്മിലുള്ള ആ കണക്ഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആ പർട്ടിക്കുലർ ഏരിയയിൽ സീ ലെവൽ റൈസ് ഉണ്ടായി, അല്ലെങ്കിൽ ആ റീജിയൻ മൊത്തം സബ്മർജ്ഡായി പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് റീസൺസ് കൊണ്ട് കോണ്ടിനെൻ്റൽ ഐലൻഡ്സ് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ മെയിൻ ലാൻഡും ഈ ഐലൻഡും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ആ സ്ട്രെച്ച് ഓഫ് സീ എന്ന് പറയുന്നത് അത് നാരോ ആകാം, വൈഡ് ആകാം. അതായത് ആ ലാൻഡ് ബ്രിഡ്ജ് അവ തമ്മിലുള്ള കണക്ഷൻ എത്രമാത്രം വൈഡ് ആണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. വളരെ സ്പേസ് ഉണ്ടെങ്കിൽ അതൊരു വൈഡ് സ്ട്രെച്ച് ഓഫ് സീ ആയിരിക്കും. ഇനി വളരെ അടുത്താണ്, ക്ലോസ്ലി സിറ്റുവേറ്റഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നാരോ സ്ട്രെച്ച് ഓഫ് സീ ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾസ് ആണ് ബ്രിട്ടീഷ് ഐൽസ്, ബോർണിയോ, ജാവ, തായ്വാൻ, ഫിലിപ്പീൻസ്, സുമാത്ര. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രിട്ടീഷ് ഐൽസ് കാണാം. ബ്രിട്ടീഷ് ഐൽസ് എന്ന് പറയുന്നത് ഗ്രേറ്റ് ബ്രിട്ടനും അയർലൻഡും പിന്നീട് ചെറിയ കുറേ ദ്വീപസമൂഹങ്ങളും ചേരുന്നതാണ്. അപ്പോൾ ഇതിനകത്തുള്ള മെയിൻ പോർഷൻ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഗ്രേറ്റ് ബ്രിട്ടൻ ആണ്. ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ്, പിന്നെ അയർലൻഡ്. അപ്പോൾ ഈ പോർഷൻസ്, ഈ ഐലൻഡ്സ് എന്ന് പറയുന്നത് മെയിൻലാൻഡ് ആയിട്ടുള്ള യൂറോപ്പുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. പിന്നീട് ആ യൂറോപ്പുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെട്ട് അവ സെപ്പറേറ്റ് ആയി കോണ്ടിനെൻ്റൽ ഐലൻഡ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുകയാണ്. ഇനിയുള്ളതാണ് തായ്വാൻ. തായ്വാൻ ഏഷ്യയുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. അതായത് ഇപ്പം സൗത്ത് ചൈന സീ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് തായ്വാൻ എന്ന് പറയുന്നത്. ഇപ്പം ചൈന പ്രോവിൻസ്. ഇപ്പം ചൈന മെയിൻലാൻഡുമായിട്ട് ഒരു കണക്ഷൻ നേരത്തെ ഇതിന് ഉണ്ടായിരുന്നു, പിന്നീട് അത് സെപ്പറേറ്റഡ് ആയി പോയതാണ്. പിന്നെയുള്ളതാണ് ഇന്ത്യൻ ഓഷ്യനിലുള്ള നമ്മുടെ മലൈ ആർക്കിപ്പലാഗോയിലുള്ള സീരീസ് ഓഫ് ഐലൻഡ്സ്: ജാവ, സുമാത്ര, ബോർണിയോ, മലേഷ്യ, ഇതൊക്കെ. അപ്പം ഇവയെല്ലാം ആ ഏഷ്യൻ മെയിൻലാൻഡുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ, പിന്നീട് അവ സെപ്പറേറ്റഡ് ആയി പോയി. ഇനി കോണ്ടിനെൻ്റൽ ഐലൻഡ്സിൻ്റെ ഫോണയെക്കുറിച്ച് എന്തൊക്കെ ഫീച്ചേഴ്സാണ് അവയുടെ ഫോണൽ ക്യാരക്ടറിസ്റ്റിക്സിനുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ മെയിൻലാൻഡുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ളൊരു ഫോണൽ ഡിസ്ട്രിബ്യൂഷനാണ് കോണ്ടിനെൻ്റൽ ഐലൻഡ്സ് കാണിക്കുന്നത്. കാരണം അവ മെയിൻലാൻഡുമായിട്ട് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ കണക്റ്റഡ് ആയിരുന്നു. പിന്നീട് ലാൻഡ് ബ്രിഡ്ജിന് സബ്മർജൻസ് ഉണ്ടായി, അല്ലെങ്കിൽ സീ ലെവൽ റൈസ് ഉണ്ടായാണ് അവ സെപ്പറേറ്റഡ് ആയത്. അതുകൊണ്ട് ആ മെയിൻലാൻഡിലുണ്ടായിരുന്ന ഫോണൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ലെസ് സിമിലർ ഫീച്ചർ, അതുപോലുള്ള ഒരു എക്സിസ്റ്റൻസ് നമുക്ക് ഐലൻഡ്സിൽ കാണാൻ സാധിക്കും. ടെറസ്ട്രിയൽ ഫോണ റീച്ച് ദ ഐലൻഡ് ത്രൂ ലാൻഡ് ബ്രിഡ്ജ്. അപ്പോൾ ടെറസ്ട്രിയൽ ഫോണ നേരത്തെ ഉണ്ടായിരുന്ന ലാൻഡ് ബ്രിഡ്ജ് വഴിയാണ് ഈ ഐലൻഡ്സിൽ എത്തിയത്.
The faunal diversity depends on the time that elapsed between the separation of island from the mainland. അപ്പോൾ ഈ ഫോണൽ ഡൈവേഴ്സിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് മെയിനായിട്ട് ഒറ്റ ഒരു ഫീച്ചറിലാണ്. എത്ര സമയം കൊണ്ടാണ് അല്ലെങ്കിൽ എത്ര സമയമെടുത്തു ഈ ഐലൻഡ് മെയിൻലാൻഡിൽ നിന്ന് സെപ്പറേറ്റഡ് ആകാൻ വേണ്ടിയിട്ട്. അത് റീസെൻ്റ് ആയിട്ട് സെപ്പറേറ്റഡ് ആയിരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ആ മെയിൻലാൻഡിലുള്ള അതേപോലെയുള്ള ഡൈവേഴ്സിറ്റി തന്നെ ആ ഐലൻഡിലും കാണും. വളരെ കാലങ്ങൾക്ക് മുമ്പാണ് ഈ സെപ്പറേഷൻ പ്രോസസ്സ് നടന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പർട്ടിക്കുലർ ഐലൻഡിലെ ഫോണ എന്ന് പറയുന്നത് മെയിൻലാൻഡിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരിക്കും, അല്ലെങ്കിൽ നല്ല വ്യത്യാസം കാണിക്കും. അവിടെ യുണീക്ക് ആയിട്ടുള്ള ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്യും ഡ്യൂ ടു ഐസൊലേഷൻ. ന്യൂലി സെപ്പറേറ്റഡ് ഐലൻഡ്സ് ഹാവ് മോർ സിമിലർ ഫോണ ഓഫ് ദ മെയിൻലാൻഡ്. അപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടാണ് സെപ്പറേഷൻ പ്രോസസ്സ് നടന്നിട്ടുള്ളതെങ്കിൽ അങ്ങനെയുള്ള ഐലൻഡ്സ് ആ മെയിൻലാൻഡിൻ്റെ സിമിലർ ആയിട്ടുള്ള ഫോണ ആയിരിക്കും കാണിക്കുന്നത്. ഓൾഡ് ഐലൻഡ്സ് ഹാവ് യുണീക്ക് ഫോണ ഫ്രം മെയിൻലാൻഡ് ഡ്യൂ ടു ഐസൊലേഷൻ. അപ്പോൾ സെപ്പറേഷൻ വളരെ കാലങ്ങൾക്ക് മുമ്പാണ് നടന്നതെങ്കിൽ, അപ്പം ഓൾഡ് ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ പ്രോസസ്സ് ആണെങ്കിൽ ആ യുണീക്ക് ആയിട്ടുള്ള ഫോണ ഐലൻഡിൽ കാണിക്കും. അതെന്തുകൊണ്ടാണ്? ഐസൊലേഷനാണ്. ഐസൊലേഷൻ, ജോഗ്രഫിക്കൽ ഐസൊലേഷൻ വിൽ ബൂസ്റ്റ് എവല്യൂഷണറി ട്രാൻസ്ഫോർമേഷൻസ്. അപ്പോൾ ആ ഐലൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിന് ഫേവർ ചെയ്യുന്ന രീതിയിലുള്ള അഡാപ്റ്റീവ് റേഡിയേഷൻസ് നടക്കും. ഇപ്പോൾ വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത്, ഈ മെയിൻലാൻഡിൽ എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയ പല വെറൈറ്റീസിനെയും ചിലപ്പോൾ നമുക്ക് ഈ കോണ്ടിനെൻ്റൽ ഐലൻഡ്സിൽ കാണാൻ സാധിക്കും. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, മെയിൻലാൻഡിൽ ഈ പർട്ടിക്കുലർ സ്പീഷീസ് അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോകാനുള്ള കാരണം അതിൻ്റെ നാച്ചുറൽ പ്രെഡേറ്റർ മെയിൻലാൻഡിൽ ഉള്ളത് കൊണ്ടായിരിക്കാം. ഈ ഐലൻഡിൽ ഇതിൻ്റെ നാച്ചുറൽ പ്രെഡേറ്റർ കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നാച്ചുറൽ പ്രെഡേറ്ററും അല്ലെങ്കിൽ അതിൻ്റെ സെയിം ഇക്കോളജിക്കൽ നിഷ് ഫോളോ ചെയ്യുന്ന ഓർഗാനിസംസും ഐലൻഡിൽ കാണത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കിന് ലാക്ക് ഓഫ് കോമ്പറ്റീഷൻ ഐലൻഡ്സിൽ ഉണ്ടാവും. അപ്പോൾ ഈ കോമ്പറ്റീഷൻ വളരെ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്നുള്ള ഒരു ഫീച്ചർ ഉള്ളത് കൊണ്ട് ആ ഓർഗാനിസം ആ മെയിൻലാൻഡിനെ അപേക്ഷിച്ച് ഈ ഐലൻഡിൽ കൂടുതൽ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് കാണിക്കുന്നതാണ്. അപ്പോൾ മെയിൻലാൻഡിൽ എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി, പക്ഷേ ഐലൻഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നു ഡ്യൂ ടു ദ ലാക്ക് ഓഫ് കോമ്പറ്റീഷൻ ഓൺ ദ ഐലൻഡ്സ്. ഇപ്പോൾ ഇവിടെ ബ്രിട്ടീഷ് ഐലൻഡ്സിനെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഒരു കോണ്ടിനെൻ്റൽ ഐലൻഡാണ്. ഗ്രേറ്റ് ബ്രിട്ടനും പിന്നെ അയർലൻഡുമാണ് ഇതിൻ്റെ മെയിൻ ഭാഗങ്ങളായിട്ട് വരുന്നത്. ഇത് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്നത് ഏകദേശം 89,000 സ്ക്വയർ മൈൽസ് ചേരുന്നതാണ്, അങ്ങനെയുള്ളൊരു ഐലൻഡ് പോർഷനാണ്. പിന്നെ അയർലൻഡ് എന്ന് പറയുന്നത് 32,000 സ്ക്വയർ മൈൽസ്. ഇപ്പോൾ ഇത് നോർത്തേൺ ടെമ്പറേറ്റ് റീജിയണിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഒരു ടെമ്പറേറ്റ് ക്ലൈമറ്റാണ്, അതായത് കോൾഡായിട്ടുള്ളൊരു ക്ലൈമറ്റൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഡൈവേഴ്സിറ്റിയെക്കുറിച്ച് പറയുവാണെങ്കിൽ, ഈ രണ്ട് പീസസും, അയർലൻഡും അതുപോലെ തന്നെ ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്ന ലാൻഡ് മാസസും നേരത്തെ കണക്റ്റഡ് ആയിരുന്നത് യൂറോപ്പ് എന്ന് പറയുന്ന കോണ്ടിനെൻറ്റുമായിട്ടാണ്. അപ്പം യൂറോപ്പിന് സിമിലർ ആയിട്ടുള്ള ആ ഫോണൽ ഡിസ്ട്രിബ്യൂഷനാണ് ഗ്രേറ്റ് ബ്രിട്ടനും അയർലൻഡും കാണിക്കുന്നത്. ഇതിൻ്റെ സെപ്പറേഷൻ പ്രോസസ്സ് ആദ്യമായിട്ട് യൂറോപ്പിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തത് അയർലൻഡാണ്. അതിനുശേഷമാണ് ഗ്രേറ്റ് ബ്രിട്ടൻ സെപ്പറേറ്റ് ചെയ്തത്. അപ്പോൾ അയർലൻഡിലുള്ള ഫോണൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ യുണീക്ക് ആയിരിക്കും ഗ്രേറ്റ് ബ്രിട്ടനേക്കാളും. അതായത് കൂടുതൽ സിമിലാരിറ്റി യൂറോപ്പുമായിട്ട് കാണിക്കുന്നത്, മറ്റുള്ള യൂറോപ്യൻ പ്രദേശങ്ങളുമായിട്ട് കാണിക്കുന്നത് ഗ്രേറ്റ് ബ്രിട്ടൻ ആയിരിക്കും അയർലൻഡിനേക്കാളും കൂടുതൽ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ മാമൽസിൻ്റെയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ഏകദേശം ഒരു 40%, 50% മാമൽസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അത്രയും സ്പീഷീസും മാമൽസ് മാത്രമേ ഉള്ളൂ ഗ്രേറ്റ് ബ്രിട്ടനിൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ യൂറോപ്യൻ കൺട്രി ആയിട്ടുള്ള മെയിൻ ലാൻഡിൽ വരുന്ന കൺട്രി ആയിട്ടുള്ള ജർമ്മനിയിൽ ഏകദേശം 90 സ്പീഷീസോളം വരുന്നുണ്ട് മാമൽസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ ഡൈവേഴ്സിറ്റി വളരെ കുറവാണ്. കാരണം സെപ്പറേഷൻ പ്രോസസ്സ് വളരെ ഏർലി സ്റ്റേജസിൽ തന്നെ നടന്നു. സെപ്പറേഷൻ നടന്നത് വളരെ കാലങ്ങൾക്ക് മുമ്പാണെന്നുള്ളതാണ്. ഇപ്പം ഇതാണ് ഈ ബ്രിട്ടീഷ് ഐൽസ് എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ കോണ്ടിനെൻ്റൽ ഐലൻഡ്സിനെ കുറിച്ചുള്ള നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത കാറ്റഗറിയാണ് ഓഷ്യാനിക് ഐലൻഡ്സ്. ഐലൻഡ്സ് ദാറ്റ് നെവർ ഹാഡ് എ കണക്ഷൻ വിത്ത് എ
കോണ്ടിനെൻറ്റ്. അപ്പം മെയിൻലാൻഡുമായിട്ട് ഒരു രീതിയിലും കണക്റ്റഡ് അല്ലാത്ത രീതിയിലുള്ള ഐലൻഡ്സ് ആണ്. അങ്ങനെ ഫോം ചെയ്ത ഐലൻഡ്സ് ആണ് ഓഷ്യാനിക് ഐലൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവ ഒരു ലാൻഡ് ബ്രിഡ്ജോ അല്ലെങ്കിൽ വേറൊരു ഫോം ഉപയോഗിച്ചിട്ടോ കോണ്ടിനെൻറ്റ്സുമായിട്ട് കണക്റ്റഡ് അല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒറിജിൻ രണ്ട് രീതിയിലാകാം. വോൾക്കാനിക് ഒറിജിൻ ഓർ ഫോംഡ് ബൈ ദ ബിൽഡിംഗ് അപ്പ് ഓഫ് കോറൽ റീഫ്സ്. ഇപ്പോൾ കോറൽ റീഫ്സ് കൊണ്ട് അതിൻ്റെ അസംബ്ലേജ് കൊണ്ട് ഡിപ്പോസിഷൻ കൊണ്ട് ഉണ്ടായതായിരിക്കാം, അല്ലെങ്കിൽ വോൾക്കാനിക് ഒറിജിൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ രണ്ട് പ്രോസസ്സ് കൂടെ ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്ത് ഉണ്ടായതായിരിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഓഷ്യാനിക് ഐലൻഡ്സ് ഉണ്ടാകുന്നത്. ഇപ്പോൾ മെയിൻലാൻഡിൽ നിന്ന് വളരെയധികം ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഐലൻഡ്സ് ആണ് ഓഷ്യാനിക് ഐലൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലൈമറ്റ്, വെജിറ്റേഷൻ, ഫോണൽ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം മെയിൻലാൻഡിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇവയ്ക്ക് ഓരോന്നിൻ്റെ ഇടയ്ക്ക് ഒന്നിനെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്താൽ പോലും അവയുടെ ക്ലൈമറ്റ്, വെജിറ്റേഷൻ, ഫോണൽ ക്യാരക്ടറിസ്റ്റിക്സ് വളരെയധികം ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾസ് ആണ് ഗാലപ്പഗോസ് ഐലൻഡ്സ്. നമുക്കറിയാം ഡാർവിൻ്റെ വോയേജിൽ ഡാർവിൻ അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻസ് കൂടുതലും കൊണ്ടുവന്നത് ഈ പറഞ്ഞ ഗാലപ്പഗോസ് ഐലൻഡ്സിൽ നിന്നാണ്. ബെർമുഡ, സെൻറ്റ് ഹെലന, ഹവായ് ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത് ഓഷ്യാനിക് ഐലൻഡ്സിൻ്റെ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഗാലപ്പഗോസ് ഐലൻഡ്സ് കാണാം. സൗത്ത് അമേരിക്ക എന്ന് പറയുന്ന കോണ്ടിനെൻറ്റിൻ്റെ കോസ്റ്റൽ റീജിയനിൽ വരുന്നതാണ് ഗാലപ്പഗോസ് ഐലൻഡ്സ്. അതിനകത്ത് 5 മേജർ ഐലൻഡ്സും 10 മൈനർ ഐലൻഡ്സുമാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ടോട്ടൽ 15 ഐലൻഡ്സ് ആണ് വരുന്നത്. ഇനിയുള്ളത് ബെർമുഡയാണ്. മാപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ പസഫിക് ഓഷ്യനിലുള്ള ഹവായ് ദ്വീപ് സമൂഹങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഹവായിയൻ ഐലൻഡ്സ്. ഇപ്പോൾ ഓഷ്യാനിക് ഐലൻഡ്സിൻ്റെ ഫോണയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് വളരെ ലെസ് ഡൈവേഴ്സിറ്റിയാണ്. അപ്പോൾ അതായത് അവിടെയുള്ള ഓർഗാനിസംസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. കാരണം എന്താണ്, അവ മെയിൻലാൻഡുമായിട്ട് ഒരു രീതിയിലും കണക്റ്റഡ് അല്ല, ഒരു രീതിയിലും കണക്റ്റഡ് അല്ലായിരുന്നു. അതുകൊണ്ട് അവയുടെ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് അവയ്ക്ക് മാത്രം യുണീക്ക് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റിയാണ്. യുണീക്ക് ഫോംസ് ആർ പ്രസൻറ്റ്. അപ്പോൾ ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം ആണ്. അപ്പോൾ അവിടെയുള്ള ഓർഗാനിസം എല്ലാം എൻഡമിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും. ആ പർട്ടിക്കുലർ എൻവയോൺമെൻറ്റിൽ മാത്രമാണ് അവ ലിമിറ്റഡ് ആയിരിക്കുന്നത്. ആംഫിബിയൻസ്, ഫ്രഷ് വാട്ടർ ഫിഷസ്, മാമൽസ് ആർ കംപ്ലീറ്റ്ലി ആബ്സെൻറ്റ്. ഇപ്പോൾ ഇതുപോലുള്ള ഗ്രൂപ്പുകളൊന്നും അവിടെ കാണില്ല എന്നുള്ളതാണ്. എക്സോട്ടിക് ആനിമൽസ് ആർ മൈനോറിറ്റി. അതായത് വെളിയിൽ നിന്ന് വന്ന ഇൻവേസീവ് ആയിട്ടുള്ള ഓർഗാനിസംസ് അല്ലെങ്കിൽ വെളിയിൽ നിന്ന് വന്ന ഓർഗാനിസംസ്, മെയിൻലാൻഡിൽ നിന്ന് വരുന്ന ഓർഗാനിസംസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇവിടെ കാർണിവോറസ് ആനിമൽസ് വളരെയധികം കുറവാണ്, അല്ലെങ്കിൽ ഈ കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആണ്. അപ്പോൾ ഈ ട്രെൻഡ് ഓഷ്യാനിക് ഐലൻഡ്സിൻ്റെ ഫോണയെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ് ഇവിടെ വളരെയധികം കൂടുതലാണ്. പിന്നെ ബേർഡ്സിൽ ബ്രൈറ്റ് ആയിട്ടുള്ള കളറേഷൻ, സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബ്രൈറ്റ് കളറേഷൻസ് ഒക്കെ വളരെയധികം കുറവാണ്. കാരണം അതുപോലുള്ള സെക്ഷുവൽ സെലക്ഷൻ ഒന്നും ഇവിടെ വലിയ അഡ്വാൻറ്റേജ് ഒന്നുമില്ല. കാരണം ഇവിടെ നമ്പർ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് അവയ്ക്ക് ഈ സെക്ഷുവൽ സെലക്ഷനിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ബ്രൈറ്റ് കളറേഷൻ കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആയിരിക്കും. പിന്നെ വിങ്ലെസ് ആയിട്ടുള്ള ഇൻസെക്ട്സ് ആണ്. പ്രെഡേറ്റർ പ്രഷർ ഇല്ലാത്തത് കൊണ്ട് വിങ്ലെസ് ഇൻസെക്ട്സ് ആണ് വളരെയധികം കൂടുതൽ. പിന്നെ ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള ആനിമൽസ് ഇവിടെ പലതരത്തിലുള്ള റെപ്റ്റീലിയൻ വെറൈറ്റീസൊക്കെ എക്സിസ്റ്റ് ചെയ്യും ഓഷ്യാനിക് ഐലൻഡ്സിൽ. എക്സാമ്പിളാണ് ജയൻറ്റ് ടോർട്ടോയിസ് ഇൻ ഗാലപ്പഗോസ് ഐലൻഡ്സ്. ഗാലപ്പഗോസ് ഐലൻഡ്സിൽ കാണുന്ന ജയൻറ്റ് ടോർട്ടോയിസ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജയൻറ്റ് ടോർട്ടോയിസ് വളരെയധികം സൈസ് കൂടിയ ഒരു വെറൈറ്റിയാണ്. അത് ഗാലപ്പഗോസ് ഐലൻഡ്സിൽ മാത്രമാണ് ഇവയെ കാണാൻ സാധിക്കുന്നത്. പിന്നീട് നോർത്ത് അമേരിക്കയിലും യൂറോപ്പിലും ഇതിൻ്റെയൊക്കെ ഫോസിൽസ്, ഇതിൻ്റെ ആൻസിസ്ട്രൽ ഫോംസിൻ്റെയൊക്കെ ഫോസിൽസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് ആ പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് ആണ് ഇവിടെ എത്തിയതെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഗാലപ്പഗോസ് ഐലൻഡ്സിൽ മാത്രമേ ഉള്ളൂ ഈ ജയൻറ്റ് ടോർട്ടോയിസ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ ഇവയുടെ നമ്പർ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു. ഇപ്പോൾ അവ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്പർ കുറഞ്ഞ് വരികയാണ്, എക്സ്റ്റിങ്ഷനിലെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയുള്ളത് അവയിൽ ഗാലപ്പഗോസ് ഐലൻഡ്സിൽ കാണുന്ന ഇഗ്വാന എന്ന് പറയുന്ന മറൈൻ ഇഗ്വാന എന്ന് പറയുന്ന വെറൈറ്റിയാണ്.
ആ ജയൻറ്റ് ലിസാർഡാണ്. അപ്പോൾ ഇതും അവിടുത്തെ ഒരു യുണീക്കായിട്ടുള്ള ഓർഗാനിസമാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഡാർവിൻ ഫിഞ്ചസ് ആണ്. സ്മോൾ ഫിഞ്ച് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ബേർഡ്സ്. അപ്പോൾ അത് പലതരത്തിലുള്ള അഡാപ്റ്റീവ് റേഡിയേഷന് വിധേയമായി അവയുടെ ബീക്ക് മോഡിഫിക്കേഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സെഷൻ നമ്മൾ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്ന ഹെഡിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പം ഇത്രയൊക്കെയാണ് ഇൻസുലാർ ഫോണെ കുറിച്ച് പറയാനുള്ളത്.